ഹലോ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. മിസ്സിസ് ബെറ്റി ഓഫ് ബാംഗ്ലൂർ ലെഫ്റ്റ് ഫോർ ഓസ്ട്രേലിയ ഫോർ ഹയർ സ്റ്റഡീസ് ഓൺ 1st August 2020. She came to India on 20th December 2021 and stayed here. ഓക്കെ, ഇപ്പോൾ ബെറ്റി ബാംഗ്ലൂരിലോട്ട് പോയത് എന്താണ് 1st August 2020 ബെറ്റി എന്ത് ചെയ്തത് ഓസ്ട്രേലിയയിലോട്ട് പോയത്. ഓക്കെ, ദെൻ തിരിച്ച് ഇന്ത്യയിലോട്ട് 20th December 2021 ഇന്ത്യയിലോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു? സെവൻ മന്ത്സ് ഇന്ത്യയിൽ നിന്നു. 7 months ഇന്ത്യയിൽ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. അഗെയിൻ ഷീ വിസിറ്റഡ് ഇന്ത്യ ഓൺ 20th. പിന്നീട് ഇന്ത്യയിലോട്ട് വന്നത് 20 ഡിസംബറിലാണ് 2022. 20th ഡിസംബറിലാണ് 2022 ഇന്ത്യയിലോട്ട് പിന്നീട് വന്നത്. ആൻഡ് ഇന്ത്യയിൽ 8 months നിന്നു. എന്ത് ചെയ്തു? ഇന്ത്യയിൽ 8 months നിന്നു. ഹൗവർ, എന്നിരുന്നാലും ഷീ ഡിഡ് നോട്ട് കം ടു ഇന്ത്യ ഡ്യൂറിങ് ദ ഇയർ എൻഡഡ് 31st March 2025. ഡിറ്റർമിൻ ഹർ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഫോർ ദ ഇയർ 2024-25. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇവളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ മിസ്സിസ് ബെറ്റി ബാംഗ്ലൂരിലുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ ഇവർ ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ടാണ് ഓസ്ട്രേലിയയിലോട്ട് പോയത്. ഓസ്ട്രേലിയയിലോട്ട് പോയത് 1st August 2020. പിന്നീട് എന്ത് ചെയ്തു? ഇന്ത്യയിലോട്ട് 20th December 2021 ഇന്ത്യയിലോട്ട് തിരിച്ചു വന്നു. ഇന്ത്യയിൽ 7 months നിന്ന ശേഷം വീണ്ടും അവൾ എന്ത് ചെയ്തു? വീണ്ടും ഓസ്ട്രേലിയയിൽ പോയി. അതിനുശേഷം വീണ്ടും ഇന്ത്യയിലോട്ട് തിരിച്ചു വരികയാണ്. വീണ്ടും ഇന്ത്യയിലോട്ട് തിരിച്ചു വന്നത് 20th December 2022 വീണ്ടും ഇന്ത്യയിലോട്ട് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് 8 months ഇന്ത്യയിൽ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അവൾ പോയിട്ട് അങ്ങനെ 8 months ഇന്ത്യയിൽ നിന്നിട്ട് അവൾ തിരിച്ചു പോയതിന് ശേഷം പിന്നീട് ഇന്ത്യയിലോട്ട് വന്നിട്ടില്ല. പ്രത്യേകിച്ച് 31st March 2025 പിന്നീട് ഇന്ത്യയിലോട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമ്മളോട് പറഞ്ഞത് ഇവളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബെറ്റി ഫസ്റ്റ് ടൈം ഇന്ത്യയിൽ നിന്ന് പോയത് 2020 ദെൻ 2021 ഇന്ത്യയിലോട്ട് വന്നു അല്ലേ, ഡിസംബറിൽ വന്നു. പിന്നീട് 7 months ഇന്ത്യയിൽ നിന്നതിന് ശേഷം 2022 ഇന്ത്യയിൽ നിന്ന് പോയി. ആൻഡ് 2022 ഡിസംബറിൽ വീണ്ടും ഇന്ത്യയിലോട്ട് വന്ന് ഇവിടെ എന്ത് ചെയ്തു? ഇവിടെ 7 months നിന്നു ആൻഡ് ഇവിടെ 8 months നിന്നു അല്ലേ, ഇന്ത്യയിൽ നിന്നു. ആഫ്റ്റർ ദാറ്റ് 8 monthsന് ശേഷം പോയതിന് ശേഷം പിന്നീട് ഇന്ത്യയിലോട്ട് വന്നിട്ടില്ല ആര്? നമ്മുടെ ബെറ്റി എന്ന് പറയുന്ന വ്യക്തി. സോ അത് കാരണം പ്രീവിയസ് ഇയർ ആയിട്ടുള്ള 2024-25 ഇന്ത്യയിൽ ബെറ്റി ഉണ്ടായിട്ടില്ല. സോ അത് കാരണം തന്നെ ബെറ്റി എന്ന് പറയുന്നത് എന്താണ്? നോൺ റെസിഡൻ്റ് ആണ്. ഓക്കെ, സോ എന്താണ്? ബെറ്റി നോൺ റെസിഡൻ്റ് ആണ്. ഓക്കെ, ഇതാണ് ഈ ഒരു പ്രോബ്ലം. നമുക്ക് നെക്സ്റ്റ് ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പ്രോബ്ലം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണേ. മിസ്റ്റർ ക്ലിൻറ്റ് ഈസ് എ സിറ്റിസൺ ഓഫ് ഫ്രാൻസ്. എന്താണ്? ഫ്രാൻസിലുള്ള സിറ്റിസണാണ്. അപ്പോൾ ഇന്ത്യൻ സിറ്റിസൺ അല്ല, ഫോറിൻ സിറ്റിസണാണ് മിസ്റ്റർ ക്ലിൻറ്റ് എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ ഡ്യൂറിങ് ദ പാസ്റ്റ്, അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലായിട്ട് ഇദ്ദേഹം ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ദിവസങ്ങളുടെ എണ്ണങ്ങളാണ് നമുക്ക് താഴെ നൽകിയിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് നോക്കാം. 2013-14 മുതലുള്ള ഡേയ്സ് മുതൽ നമ്മുടെ പ്രീവിയസ് ഇയർ ആയിട്ടുള്ള 2024-25 വരെ ഇദ്ദേഹം എത്ര ഡേയ്സ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ 2013-14 ആണെന്നുണ്ടെങ്കിൽ 174 ഡേയ്സ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. ആൻഡ് 14-15 ആണെങ്കിൽ 20 days, 15-16 280 days, ആൻഡ് 16-17 265 days, 17-18 16 days, 18-19 160 days, 19-20 281 days, 20-21 10 days, 21-22 165 days, and 22-23 210 days, ആൻഡ് 23-24 0 days, മീൻസ് ഒരു ദിവസം പോലും ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. 24-25 ആയിട്ടുള്ള നമ്മുടെ പ്രീവിയസ് ഇയറിൽ 101 days ആണ് ഇദ്ദേഹം ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത്. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഡിറ്റർമിൻ ഹിസ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഫോർ ദ പ്രീവിയസ് ഇയർ 2024-25. 2024-25 ഇദ്ദേഹത്തിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് നോക്കണം, ഇദ്ദേഹം ആദ്യം ബേസിക് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. ബേസിക് കണ്ടീഷൻസ് എന്താണെന്നുള്ളത് നമുക്കറിയണം. ബേസിക് കണ്ടീഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിൽ 182 days ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ ഒരു ബേസിക് കണ്ടീഷനാണ് നമ്മൾ ആദ്യം നോക്കുക. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ബേസിക് കണ്ടീഷനിൽ ഇദ്ദേഹം നമ്മുടെ പ്രീവിയസ് ഇയർ ഏതാ? പ്രീവിയസ് ഇയർ 2024-25 ആണ് നമ്മുടെ പ്രീവിയസ് ഇയർ അല്ലേ. അപ്പോൾ ഈ 2024-25 182 days ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടോ എന്നാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം തന്നെ നോക്കേണ്ടത്. അപ്പോൾ 182 days ഇന്ത്യയിൽ ഇദ്ദേഹം
പ്രീവിയസ് ഇയർ ആയിട്ടുള്ള 2024-25 ഇന്ത്യയിൽ 101 ഡേയ്സേ ഉണ്ടായിട്ടുള്ളൂ, 182 ഡേയ്സ് ഉണ്ടായിട്ടില്ല. സോ അത് കാരണം ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ ആയിട്ടുള്ള 182 ഡേയ്സ് പ്രീവിയസ് ഇയറിൽ ഉണ്ടാവണം എന്നുള്ള കണ്ടീഷൻ ഇദ്ദേഹം സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്നർത്ഥം. ഇനി നമ്മളപ്പോൾ എന്ത് ചെയ്യണം? നെക്സ്റ്റ് ബേസിക് കണ്ടീഷൻ ഉണ്ട്, അത് നോക്കണം. അതിൽ നമുക്കറിയാം 16 ഡേയ്സ് പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ 365 ഡേയ്സ് ഇതിന് മുമ്പുള്ള നമ്മുടെ പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പുള്ള പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് 2024-25. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പുള്ള 4 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 23-24, 22-23, അതുപോലെ തന്നെ 1-22-20-21. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് 4 പ്രീവിയസ് ഇയേഴ്സ് എന്ന് പറയുന്നത്. ആ പ്രീവിയസ് ഇയേഴ്സിലൂടെ 365 ഡേയ്സ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇവരെന്താണ്? റെസിഡൻ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ ആയിട്ടുള്ള 182 ഡേയ്സ് ഇദ്ദേഹം എന്തില്ല ഇന്ത്യയിലുണ്ട് എന്നുള്ള ആ ഒരു ബേസിക് കണ്ടീഷൻ ഇവർ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ സെക്കൻഡ് ബേസിക് കണ്ടീഷൻ ആയിട്ടുള്ള 16 ഡേയ്സ് പ്രീവിയസ് ഇയറിൽ ഉണ്ടായിരിക്കണം പ്ലസ് 365 ഡേയ്സ് നമ്മുടെ പ്രീവിയസ് ഇയറിൻ്റെ തൊട്ട് മുമ്പുള്ള 4 ഇയേഴ്സിൽ ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം എന്നുള്ള ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ 16 ഡേയ്സ് നമ്മുടെ പ്രീവിയസ് ഇയർ ആയിട്ടുള്ള 2024-25 അദ്ദേഹം ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം അല്ലേ? കാരണം എന്താണ്? 2024-25 ഇന്ത്യയിൽ 101 ഡേയ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ദറ്റ് ഈസ് എന്താണ്? സെക്കൻഡ് കണ്ടീഷനിലെ ഫസ്റ്റ് കാര്യം സാറ്റിസ്ഫൈ ചെയ്തു. 16 ഡേയ്സ് പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം, അത് സാറ്റിസ്ഫൈ ചെയ്തു. ഇനി നമ്മുടെ പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പുള്ള 4 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ 23-24 വരും. ഓക്കെ, 23-24, 22-23, അതുപോലെ തന്നെ 21-22 ആൻഡ് 20-21. ഈ പ്രീവിയസ് ഇയേഴ്സിലൂടെ ടോട്ടൽ എത്ര വേണം? 365 ഡേയ്സ് ആൾ ഇന്ത്യയിലുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം 2023-24 എടുക്കാം. 2023-24 0 ഡേയ്സേ ഉണ്ടായിട്ടുള്ളൂ. ദെൻ 23-24, ഇനി 22-23 210 ഡേയ്സ് ഉണ്ടായിട്ടുണ്ട് അല്ലേ? അതുപോലെ തന്നെ 21-22 165 ഡേയ്സ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ 20-21 10 ഡേയ്സ് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ പ്രീവിയസ് ഇയറിൻ്റെ തൊട്ട് മുമ്പുള്ള 4 വർഷങ്ങളിലായിട്ട് അദ്ദേഹം ഇത്ര ഡേയ്സ് ആണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിൽ നിന്നിട്ടുള്ളത്. അപ്പോൾ എത്ര ഡേയ്സ് ഇന്ത്യയിൽ നിന്നിട്ടുണ്ടോ അതെല്ലാം കൂടെ ടോട്ടൽ ചെയ്യുന്ന സമയത്ത് 4 ഇയേഴ്സിൽ എത്ര ദിവസം ഇന്ത്യയിൽ നിന്നിട്ടുണ്ടോ അതെല്ലാം ടോട്ടൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് 365 ഡേയ്സ് ഓർ അതിനെബോവ് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്താണ്? ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെന്താണ്? റെസിഡൻ്റ് ആണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇവിടെ ഇവർ എത്ര ഡേയ്സ് ഇന്ത്യയിൽ നിന്നിട്ടുണ്ട്, ഇവിടെ ഇവർ എത്ര ഡേയ്സ് ഇന്ത്യയിൽ നിന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാം അല്ലേ? എന്തായാലും 365 ഡേയ്സിനെബോ ഇവർ ഇന്ത്യയിൽ നിന്നിട്ടുണ്ട് അല്ലേ? നിന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെയാണ്. അതിൽ 16 ഡേയ്സ് ഇദ്ദേഹം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പ്ലസ് ഈ ഒരു കണ്ടീഷൻ. ഈ ഒരു കണ്ടീഷൻ നമുക്കറിയാം എത്ര നമുക്കറിയാം അല്ലേ? 210 പ്ലസ് 165 പ്ലസ് 10 എത്രയാണ് വരുന്നത്? 5, 7, 8, 385 ഡേയ്സ് അദ്ദേഹം ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. സോ അത് കാരണം തന്നെ ഇവരെന്താണ്? റെസിഡൻ്റാണ്. ഇവരെന്താണ്? റെസിഡൻ്റാണ്. അങ്ങനെ റെസിഡൻ്റ് ആയാൽ മാത്രം പോരാ, റെസിഡൻറ്റിൽ ഏതാ നമ്മൾ നോക്കണം. റെസിഡൻ്റ് അല്ലെങ്കിൽ റെസിഡൻ്റ് അല്ല, ഓക്കെ അതവിടെ കഴിഞ്ഞു. പക്ഷേ റെസിഡൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ റെസിഡൻറ്റ് ഓർഡിനറി റെസിഡൻ്റ് ആണോ നോക്കണം, നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണോ നോക്കണം. ഓർഡിനറി റെസിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ 2 അഡീഷണൽ കണ്ടീഷൻസ് ഇവരെന്ത് ചെയ്യണം? സാറ്റിസ്ഫൈ ചെയ്യണം. ഇനി നോൺ റെസിഡൻ്റ് ആണ്, നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഏതൊരു അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താലും ഇവരെന്താണ്? നോട്ട് ഓർഡിനറിയാണ്. ഒന്നെങ്കിൽ 2 അഡീഷണൽ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം എന്നുള്ളത്. ഇനി ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്തിട്ടും കാര്യമൊന്നുമില്ല, നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അതുകൂടെ ഒന്ന് എന്ത് ചെയ്യാം? നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നോക്കാം. അതിന് നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്? അഡീഷണൽ കണ്ടീഷൻസ് അറിഞ്ഞിരിക്കണം. അഡീഷണൽ കണ്ടീഷൻസ് നമുക്കറിയാം നമ്മുടെ പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പുള്ള 10 പ്രീവിയസ് ഇയേഴ്സിൽ ഇദ്ദേഹം എന്തുണ്ടായിരിക്കണം? ഇന്ത്യയിൽ ഏകദേശം 2 വർഷമെങ്കിലും ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ ഓക്കെ പിന്നെ നമ്മൾ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് 7 ഇയേഴ്സിൽ അല്ലേ, നമ്മുടെ പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പുള്ള 7 ഇയേഴ്സിൽ 730 ഡേയ്സ് എന്ത് ചെയ്യണം? ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഈ ഒരു കണ്ടീഷൻ ഇവർ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവർ റെസിഡൻറ്റ് ഓർഡിനറി റെസിഡൻ്റ് ആണ്. ഇനി ഇതൊന്നും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്തിട്ടും കാര്യമൊന്നുമില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റെസിഡൻറ്റ് നോട്ട് ഓർഡിനറി റെസിഡൻ്റ് എന്നും ഇവരെ പറയും എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ ഈ അഡീഷണൽ കണ്ടീഷൻസ് ഇവർ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് അഡീഷണൽ കണ്ടീഷൻസ് എന്താണ്?
നമ്മുടെ തൊട്ട് മുമ്പുള്ള 10 പ്രീവിയസ് ഇയേഴ്സിൽ 2 ഇയേഴ്സ് എങ്കിലും അദ്ദേഹം ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അല്ലേ. ഔട്ട് ഓഫ് 10 ഇയേഴ്സിൽ 2 ഇയേഴ്സ് എങ്കിലും ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് അഡീഷണൽ കണ്ടീഷൻസ് എന്താണ്? നമ്മുടെ പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പുള്ള 10 ഇയേഴ്സിൽ 2 ഇയേഴ്സ് എങ്കിലും ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത്. അപ്പോൾ 2 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലേ, 365 ഡേയ്സാണ് ഒരു ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ 365 ഡേയ്സ് പ്ലസ് 365 ഡേയ്സ് നമുക്കൊരു 730 ഡേയ്സ് എങ്കിലും ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ആദ്യം ചെക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മുടെ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് 2024-25 ആണ്. ഇതിന് തൊട്ട് മുമ്പുള്ള 10 പ്രീവിയസ് ഇയർ എന്ന് പറയുമ്പോൾ 1 2 3 4 5 6 7 8 9 10. അതായത് 2014-15 ടു 2023-24 വരെ ഇവർ 713 ഡേയ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെന്താണ്, ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അതായത് ഔട്ട് ഓഫ് 10 ഇയേഴ്സിൽ 2 ഇയേഴ്സ് എങ്കിലും ഇന്ത്യയിലുണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് എത്രയൊക്കെയാണ് വരുന്നത്? 20 പ്ലസ് 280 പ്ലസ് 265 പ്ലസ് 16 പ്ലസ് 116 പ്ലസ് 281 പ്ലസ് 10 പ്ലസ് 165 പ്ലസ് 210. മുമ്പുള്ള 10 ഇയേഴ്സിൽ 2 ഇയേഴ്സ് എങ്കിലും ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മളിത് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇതിൽ എത്ര ഡേയ്സ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടെന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് 1000 സംതിങ് ആണ് ആൻസർ വരുന്നത് അല്ലേ. ഇത് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം പ്ലസ് ചെയ്യുന്ന സമയത്ത് 1000 സംതിങ് നമുക്ക് ആൻസർ വരും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് അഡീഷണൽ കണ്ടീഷൻസ് ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതായത് 10 ഇയേഴ്സിൽ ഔട്ട് ഓഫ് 2 ഇയേഴ്സ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ അഡീഷണൽ കണ്ടീഷൻസ് എന്താണ്? 7 നമ്മുടെ പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പുള്ള 7 ഇയേഴ്സിൽ 730 ഡേയ്സ് ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അല്ലേ. അതെന്തായാലും എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ കൺസിഡർ ചെയ്യുന്നുണ്ടോ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പുള്ള 7 ഇയേഴ്സിൽ 730 ഡേയ്സ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആ ഒരു 7 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രീവിയസ് ഇയർ 2024-25 ആണ്. അതിന് തൊട്ട് മുമ്പുള്ള 7 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ 1 2 3 4 5 6 7. അതായത് 2017-18 ടു 2023-24 കാലഘട്ടങ്ങളിൽ 730 ഡേയ്സ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ അത് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് 730 ഡേയ്സ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതുകൂടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവർ എന്തായിരിക്കും, റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻ്റ് ആയിരിക്കും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ എത്രയാണ് വന്നിട്ടുള്ളത് നോക്കൂ. അപ്പോൾ 10 ഇയേഴ്സിൽ എത്ര ഉണ്ടെന്നുള്ളതാണ് നമ്മളിവിടെ ടെസ്റ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു 3 ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലേ, ഈ ഒരു 3 ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി ഇവരെത്രയുണ്ട്, 730 ഡേയ്സ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്താൽ ഡെഫിനറ്റ്ലി ഇവരെന്ത് ചെയ്യുന്നത്, 730 ഡേയ്സിന് എബോവ് ഇവർ വരുന്നുണ്ട് അല്ലേ. സോ അത് കാരണം തന്നെ ഇവരെന്താണെന്ന് പറയണത്, റെസിഡൻറ്റ് ഓർഡിനറി റെസിഡൻ്റ് ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഡിറ്റർമിൻ ചെയ്യുന്ന സമയത്ത് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ബേസിക് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കണം. ബേസിക് കണ്ടീഷൻസ് ആയിട്ടുള്ള ഒന്നെങ്കിൽ 182 ഡേയ്സ് പ്രീവിയസ് ഇയറിൽ ഉണ്ടായിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഇയറിൽ 16 ഡേയ്സും അതിൻ്റെ കൂടെ പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പുള്ള 4 ഇയേഴ്സിൽ 365 ഡേയ്സും ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. ഇതിലേതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരെന്താണ്, റെസിഡൻ്റ് ആണ്. ഓക്കെ, ഇനി അവർ റെസിഡൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ അവർ ഓർഡിനറി റെസിഡൻ്റ് ആണോ നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണോ എന്നുള്ളതോടെ നമ്മൾ ഡിറ്റർമിൻ ചെയ്യേണ്ടതുണ്ട്. ഓർഡിനറി റെസിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു 2 അഡീഷണൽ കണ്ടീഷൻസ് കൂടി അവരെന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, സാറ്റിസ്ഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി അവർ നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു അഡീഷണൽ കണ്ടീഷനോ അതല്ലെങ്കിൽ ഒരൊറ്റ അഡീഷണൽ കണ്ടീഷൻസ് പോലും ഇവർ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവർ നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണ്. അഡീഷണൽ കണ്ടീഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പുള്ള 10 ഇയേഴ്സിൽ 2 ഇയേഴ്സെങ്കിലും ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പുള്ള 7 ഇയേഴ്സിൽ 730 ഡേയ്സെങ്കിലും ഉണ്ടായിരിക്കണം. ഈ 2 അഡീഷണൽ കണ്ടീഷൻസ് ഇവർ സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റെസിഡൻറ്റ് ഓർഡിനറി റെസിഡൻ്റ് ആയിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. അപ്പോൾ ഇനി ഇതിൽ വീണ്ടും പ്രോബ്ലം ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. അല്ല, നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതോട് കൂടിയിട്ട് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിപ്പിക്കണം. നിങ്ങൾക്കിത് ഉപകാരമായിട്ട് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, ഇനി നിങ്ങൾക്കിത് ഉപകാരമാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. നമുക്ക് ഇൻകം ടാക്സിൻ്റെ സെഷൻ ഇതോട് കൂടിയിട്ട് നിർത്താവുന്നതാണ് കേട്ടോ.